2 വർഷത്തിനകത്തേ ആകുന്നുള്ളൂ. പൂർണ്ണമായും താമസം മാറിയിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ ജനപ്രതിനിധി എന്ന നിലയിലോ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ 32,121 ആൾക്കാർ എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറായി, എന്നെ പിന്തുണയ്ക്കാൻ തയ്യാറായി എന്നുള്ളത് എന്നിൽ ഈ നാട് അർപ്പിച്ച വിശ്വാസമായി കണക്കാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് BJPയുടെ മാത്രം വോട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വോട്ടിംഗ് ഷെയർ കരുനാഗപ്പള്ളിയിലുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വോട്ട് സ്വാധീനിക്കാൻ സാധിച്ചത് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ്. ആ വിശ്വാസം എക്കാലവും കാത്തു സൂക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. BJPയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം വികസന പ്രവർത്തനങ്ങൾ കരുനാഗപ്പള്ളിയിലുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കരുനാഗപ്പള്ളിയെ, വികസിത കരുനാഗപ്പള്ളി എന്നത് യാഥാർത്ഥ്യമാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി വരും കാലങ്ങളിൽ ഈ മണ്ണിൽ ഉണ്ടാകും എന്നൊരു ഉറപ്പും കൂടെ ഈ നാടിനെ ജനങ്ങൾക്ക് നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് BJP മുന്നോട്ട് വെച്ചിരുന്ന പ്രകടന പത്രികയിൽ ഒരു ജനപ്രതിനിധി ആയില്ലെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അതിനകത്ത് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ മോഡേണൈസേഷൻ. ആ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ 8 കോടി രൂപയ്ക്ക് അടുത്ത് മുടക്കി അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. 2025 ഡിസംബർ മാസം ടെൻഡർ നടപടികൾ പൂർത്തിയായ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ 3 പ്ലാറ്റ്ഫോമുകളുടെയും വികസനം, മേൽക്കൂരയില്ലാത്ത സ്ഥലങ്ങളിൽ മേൽക്കൂര, പാസഞ്ചേഴ്സിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ സംവിധാനങ്ങൾ, വെയിറ്റിംഗ് ഹാളുകളുടെ നവീകരണം, റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ അപാകതകൾ പരിഹരിക്കൽ, അപ്രോച്ച് റോഡിൻ്റെ നവീകരണം തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഏകദേശം 8 കോടി രൂപയോളം വരുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷനെ കണ്ട് അദ്ദേഹം മുഖേന റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അതിനകത്തുണ്ടായിരുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ അതിൻ്റെ കോൺട്രാക്ടർമാർ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതേപോലെ BJP പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച ജനപ്രതിനിധി ആകാൻ സാധിച്ചില്ലെങ്കിലും MLA ആകാൻ സാധിച്ചില്ലെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും എന്നൊരു ഉറപ്പ് നൽകുകയാണ്. ഓച്ചിറ പില്ലർ ഹൈവേയുടെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണെങ്കിൽ പോലും ഞാൻ വളരെ സമ്മർദ്ദം ചെലുത്തുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഓർഡർ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോടും നേതാക്കന്മാരോടും ഒക്കെ സംസാരിച്ചു. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഓച്ചിറ പില്ലർ ഹൈവേയുടെയും ഉത്തരവ് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ എന്തൊക്കെയാണോ, ആലപ്പാടിനുൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ എന്തൊക്കെയാണോ ഈ മണ്ണിൽ സാധ്യമാക്കും എന്ന് നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ വരും കാലങ്ങളിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തന ജീവിതം വിനിയോഗിക്കുന്ന ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വരുന്ന 5 വർഷക്കാലം, നേരത്തെ NDAയുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വരുന്ന 5 വർഷക്കാലം ഈ മണ്ണിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ജനകീയ വിഷയങ്ങളിൽ വേണ്ടുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാട് ഭരിക്കാൻ അവസരം കിട്ടിയവരൊക്കെ ധാരാളം വാഗ്ദാനങ്ങൾ ഈ മണ്ണിൽ നൽകി. അതെല്ലാം ഇന്നും വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പണി ആരംഭിച്ചു എന്ന് നിലവിലെ MLA, മുൻ MLA, ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട MLA, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയ കല്ലിടിയിലെല്ലാം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ അദ്ദേഹം തയ്യാറാകണം. അത് തയ്യാറായില്ലെങ്കിൽ, അതും ഒരു കല്ലിടിയിൽ നാടകമാണെങ്കിൽ, അതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഈ കരുനാഗപ്പള്ളി വേദിയാക്കി ഞങ്ങൾ മാറ്റും. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുന്ന ഒരു ജനകീയ പ്രതിപക്ഷ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഞാനും ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട്, നിങ്ങൾ നൽകിയ മാധ്യമപ്രവർത്തകരും ഈ നാടും നൽകിയ ഒരു വരുത്തൻ എന്ന ആരോപണം പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോഴും ഈ നാട് വിശ്വസിക്കാൻ തയ്യാറായി ഈ നാടിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കണം.